ടൈമിന്റെ ഒരു സന്തോഷഭരിതമായ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും സ്വാഗതം. വെൽക്കം ടു ദി ഷോ. ടൈമിന്റെ ഈ ചിരി മത്സര ആഘോഷ വേദിക്ക് കൂടുതൽ നിറച്ചാർത്ത് നൽകാനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം രമേശ് പിഷാരടി. വെൽക്കം രമേശ് ഏട്ടാ. ഓണം പോലെ സമ്പൂർണമായൊരു ആഘോഷം മറ്റേതെങ്കിലും ഒരു രാജ്യത്തുണ്ടോ എന്നുള്ളത് സംശയമാണ്. ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മലയാളികളും മലയാളി എന്ന വികാരത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന ഈ വലിയ ആഘോഷത്തിനിടയിൽ ചെറിയ ചെറിയ ചിരികളുമായി ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് കിടക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോടൊപ്പം എത്തിയ പ്രിയപ്പെട്ട സുഹൃത്തും മലയാള സിനിമയിലെ ഏറ്റവും താരമൂല്യമുള്ള ഏറ്റവും വിലപിടിപ്പുള്ള നായക നടന്മാരിൽ ഒരാളുമായ ആ വിശിഷ്ട വ്യക്തിയെ ഞാൻ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ടൊവിനോ തോമസ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ ഓണക്കാലം എടുത്ത് നോക്കുവാണെങ്കിൽ വളരെയധികം തിരക്കോടുകൂടി തിരക്കേറിയ ഓണക്കാലങ്ങൾ കഴിച്ചുകൂട്ടിയ അതെ സ്റ്റാറായ ശേഷമുള്ള ഓണക്കാലങ്ങൾ. അപ്പോൾ ഈ ഓണ സമയത്ത് തിരക്കുണ്ടാകാറുണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ എത്താൻ പറ്റാറുണ്ടോ? ഫാമിലിയായിട്ട് ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞിരുന്നോ? ഇനി പറ്റാത്ത സമയമാണ് ശ്രമിക്കാറുണ്ടോ? അതെ, തീർച്ചയായിട്ടും നമ്മൾ പരമാവധി ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ലോക്ക്ഡൌണും ഒക്കെ ആയിട്ട് ഓണത്തിന് ഷൂട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ വർഷം വീട്ടിൽ തന്നെയായിരുന്നു. അതല്ലാതെ ഷൂട്ടിങ് എന്തെങ്കിലും ഒരു 2 ദിവസം ബ്രേക്ക് ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലേക്ക് വരും. അതല്ലെങ്കിൽ ലൊക്കേഷനിൽ ഓണം ആഘോഷിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് എ സെക്കൻഡ് ഫാമിലി ആണല്ലോ. ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങി ഒരു 30 ദിവസമോ 60 ദിവസമോ ചിലപ്പോൾ അതിലധികമൊക്കെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര അടുപ്പം ഉണ്ടായിരിക്കും അവരൊക്കെ ആയിട്ട് ഓണം ആഘോഷിക്കുക എന്ന് പറയുന്നതും രസമുള്ള കാര്യമാണ്. ഇവിടെ ഇന്ന് ടൊവിനോ നമ്മളോടൊപ്പം ഒരു അതിഥി കൂടെ ഈ ഓണത്തിൻ്റെ എപ്പിസോഡിൽ വന്നു ചേരുകയാണ്. നമ്മളുടെ പരിപാടിക്ക് അദ്ദേഹം ഒരു അതിഥിയാണ്. എന്നാൽ അമൃത TVയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അതിഥിയല്ല. നിരവധി സംസ്ഥാന പുരസ്കാരങ്ങൾ, ദേശീയ പുരസ്കാരങ്ങൾ, അന്തർദേശീയ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അദ്ദേഹം ചെയ്ത ഓരോ സിനിമയ്ക്ക് വേണ്ടി കൂടെയുള്ളതാണ്. മലയാള സിനിമയുടെ മൂല്യം വർദ്ധിപ്പിച്ച സിനിമകളാണ്. മലയാള സിനിമയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പാസ്പോർട്ടും വിസയും എടുത്ത് രാജ്യാന്തര ചലച്ചിത്രമേളകളിലേക്ക് പോകാനുള്ള അവസരമൊരുക്കുന്ന ഒരാളാണ്. ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അമൃത TVയുടെ ചീഫ് ക്രിയേറ്റീവ് ഹെഡ് കൂടിയായ ശ്യാമപ്രസാദ് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ശ്യാമപ്രസാദ് സാർ. ഒരുപാട് സന്തോഷം ഇവിടെ വന്നതിൽ. ഐ ഫീൽ വെരി മച്ച് പ്രൗഡ് ആൻഡ് പ്രിവിലേജ്ഡ് ഈ ഒരു വേദിയിൽ ഇങ്ങനെ സാറിൻ്റെ കൂടെയൊക്കെ നിൽക്കാൻ കഴിയുമെന്ന്. സിനിമയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടല്ല സാറിന് ഇവിടെ വന്നിരിക്കുന്നത്, ഒരു ചാനലിൻ്റെ ആളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ചാനലിൽ ചിരിയുടെ പ്രസക്തി എന്താണ്? വളരെയധികം ഉണ്ട്. കാരണം മനുഷ്യൻ ഉല്ലസിക്കാൻ വേണ്ടിയാണ് ടെലിവിഷൻ കാണുന്നത്. ഒരു വീട്ടിനകത്തുള്ള ഒരു അന്തരീക്ഷത്തിനെ ഏറ്റവും ആഹ്ലാദപൂർണ്ണമാക്കുന്നത് ഇതുപോലുള്ള പരിപാടികളാണ്. അത് അമൃത ടെലിവിഷൻ തുടക്കം മുതലേ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എൻ്റെ സിനിമകളിൽ ഒരുപക്ഷെ കാണാൻ സാധിക്കാത്ത ഒരു ലൈറ്റ്നെസ് ഞാൻ പങ്കാളിത്തമുള്ള ഒരു ടെലിവിഷൻ ചാനലിലൂടെ സാധിക്കാനായിരുന്നു എൻ്റെ ശ്രമം. പലപ്പോഴും എല്ലാ തരത്തിലുള്ള അഭിരുചികളെയും ഒത്തിണക്കി കൊണ്ടുപോകാനുള്ളത്. ചിങ്ങത്തിലെ തിരുവോണം എന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ്. എന്നെ സംബന്ധിച്ചോളം വളരെ പേഴ്സണലി ആയിട്ടുള്ള അച്ഛനും കുടുംബമായിട്ടുള്ള എപ്പോഴും സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനാണത്. അതിനിടയിൽ ഞങ്ങൾ എല്ലാവരുടെയും ഈ ഫൺസ് അപ്പോൺ എ ടൈം ടീമിൻ്റെ വക O രാജഗോപാൽ സാറിന് പിറന്നാൾ ആശംസകൾ നമ്മളുടെ എല്ലാം അങ്ങോട്ട് അറിയിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പരിധികളില്ലാത്ത സന്തോഷവും ചിരിയുമായി നമ്മളുടെ ഓണത്തിൻ്റെ ഈ ഒരു ചിരി യാത്ര തുടരുകയാണ്. അപ്പോൾ സാർ, താങ്ക് യു വെരി മച്ച് ഇവിടെ എത്തിയതിന്. നമുക്ക് അങ്ങോട്ടേക്ക് ഇരിക്കാം. ടൈമിന്റെ ഓണവിരുന്നിലെ മത്സര കാഴ്ചകളിലേക്ക് കടക്കുകയാണ്. ഇന്ന് മത്സരിക്കുന്നവർ കൊച്ചു പ്രദീപ് ആൻഡ് അൻസിൽ. ലെറ്റ്സ് വെൽക്കം ദം. Sir, Tovino, this is Kochu Pradeep, Ansel. Hi.
അമ്മാവൻ ഇവിടെ വരുന്നവരോടൊക്കെ ചാൻസ് ചോദിക്കുന്ന ഒരാളാണ്. ശ്യാമപ്രസാദ് സാർ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും സാറിന്റെ പടത്തിലെ ഒരു ചാൻസ് എനിക്ക് കിട്ടുന്ന ഉറപ്പാണ്. സംശയം എന്താ, ഇതുപോലെ സർവം നിറഞ്ഞു നിൽക്കുന്ന ഒരാളെയാണ് എനിക്ക് ആവശ്യം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്, ഞങ്ങളൊരു പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനും എൻ്റെ സുഹൃത്തും. അപ്പോൾ കൈനറ്റി കൊണ്ടാണ് ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്നു, ഓടിച്ചുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ടൗണ് കഴിഞ്ഞങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും ഇവിടെ ആൾ റോട്ടിക്ക് എടുക്കുക. റോട്ടിൽ കിടന്ന് ഞങ്ങൾ പതുക്കെ സ്ലോ ചെയ്തു. അപ്പോൾ കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, ആരും മൈൻഡ് ചെയ്യണില്ല. അപ്പോൾ ഞങ്ങൾ മേടിച്ച പോലെ വെള്ളം അടിച്ച് കിടക്കണമായിരിക്കും. ഞങ്ങൾ കുറച്ചുകൂടെ പോയിട്ട് പറഞ്ഞു, എടാ ഒന്ന് നിർത്തി, നമുക്ക് ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കാം. നോക്കി കഴിഞ്ഞപ്പോൾ ഏതൊരു വണ്ടി തട്ടിയിട്ട് വെച്ച് പോയതാണ് അയാളെ. അപ്പോൾ എടാ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എങ്ങനെയും പിടിച്ച് പുറയിലിരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. എന്നിട്ട് നേരെ പെരുമാറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെളുപ്പിനായി, ഒരു 4 മണിയൊക്കെ ആയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ. അപ്പോൾ പെട്ടെന്ന് ഡോക്ടറൊക്കെ പരിശോധിച്ചു. അത് കഴിഞ്ഞ് പുള്ളിക്ക് മരുന്നൊക്കെ കൊടുത്ത് ട്രിപ്പൊക്കെ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സംസാരിക്കാറായി. അപ്പോഴത്തേക്ക് നേരം വെളുത്ത് ഈ പുള്ളി പറഞ്ഞു, സാറേ ഒത്തിരി ആൾക്കാർ വണ്ടി കൊണ്ടൊക്കെ പോയി, അപ്പോൾ ഞാനവിടെ കൈയൊക്കെ കാലൊക്കെ കാട്ടിയിട്ട് ആരും നിർത്തിയില്ല. ഈ പിള്ളേർ നല്ല തങ്കപ്പെട്ട പിള്ളേരാണ്, ഇവർ കാരണമാണ് എനിക്ക് എൻ്റെ ജീവൻ തിരിച്ച് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും പോലീസുകാരും ഒന്ന് മൊഴിയെടുത്തു. പോലീസുകാരോടും ഇയാൾ ഇതേപോലെ തന്നെ പറഞ്ഞു, അയ്യോ ഈ പിള്ളേർ പാവങ്ങൾ, ഇവരുടെ തങ്കപ്പെട്ട മനസ്സാണ്, അതുകൊണ്ടാണ് എൻ്റെ ജീവൻ വരെ എനിക്ക് കിട്ടിയത്, നല്ല പിള്ളേരാ സാറ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവസാനം പോലീസുകാർ വന്നോട് ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറയാണ്, സാറ് വേറെ കേസ് പറയാനുണ്ട്, ഇവരെന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ഹെൽമെറ്റും വെച്ചാണ്ടായില്ല, വണ്ടിക്ക് മിററും ഉണ്ടായില്ല എന്ന്. ഇതേപോലെ എൻ്റെ വീടിൻ്റെ അടുത്ത് ബിനു എന്നും പറഞ്ഞിട്ടൊരു സുഹൃത്തുണ്ട്. ഇയാൾ ഗ്യാസ് ഗോഡൗണിൽ ജോലിക്ക് പോകുന്ന ആളാണ്. അപ്പോൾ പുള്ളി ആദ്യമായിട്ട് MATയിൽ ഗ്യാസ് കൊണ്ടു കൊടുക്കുക കാലടി ഭാഗത്തേക്ക്. അപ്പോൾ കാലടി പാലത്തിൻ്റെ അവിടെ വെച്ച് ഒരു വണ്ടിക്ക് ഓവർടേക്ക് ചെയ്തപ്പോൾ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരുന്നൊരു വല്യപ്പൻ കൈൻറ്റി വണ്ടിയായിട്ട് പോകുമായിരുന്നു. പുള്ളിയുടെ ബാക്കിൽ ചെന്ന് ഇടിച്ചിട്ട് പുള്ളി സൈഡിലേക്ക് ചെടിച്ച് കഴിയുമ്പോൾ പുള്ളിയുടെ ഹെൽമെറ്റ് പുഴയിലേക്ക് പോയി. ഇവനാകെ പേടിച്ച് റിലേ പോയി നേരെ ഓഫീസിലേക്ക് വിളിച്ചു. ദേവ് ചേട്ടാ എന്തേടാ, ആകെ വിഷയമായിട്ടോ, നമ്മുടെ വണ്ടി ഒന്ന് ഇടിച്ചു, എന്നിട്ട് ഒന്നും പറയില്ല കേട്ടോ, ഒറ്റയടിക്ക് ഒരു ചേട്ട തല തെറിച്ച് പുഴയിലേക്ക് പോയി. ഇതേപോലെ തന്നെ ഇവൻ്റെ വീടിൻ്റെ കോഴിക്കോട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അടുത്തൊരു പ്ലാവ് നിൽപ്പുണ്ട്. അപ്പോൾ ഈ കോഴിക്കോടിൻ്റെ സൈഡിലായിട്ട് കുറേ ഓട് നിരത്തി വെച്ചിട്ടുണ്ട്, കമത്തോട്. അപ്പോൾ ഇവൻ ചക്ക വലിച്ച് അടിച്ച് കഴിഞ്ഞപ്പോൾ ചക്ക നേരെ ഓടുമേട്ട് വീട് പൊട്ടിപ്പോയി. അമ്മേനെ വിളിച്ച് പറഞ്ഞു, അമ്മേ നമ്മുടെ ഓടിൻ്റെ മുകളിൽ ചക്ക വീണു, എന്നിട്ട് പൊട്ടിയ മോനെ, ഒരെണ്ണം പൊട്ടിയമ്മേ. ഓ ഭാഗ്യം, ബാക്കിയൊക്കെ പൊടിഞ്ഞു പോയി അമ്മേന്ന്. നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ശ്യാമപ്രസാദ്, ടൊവിനോ, ഇച്ചായ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. ടൊവിനോന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ഈ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും പറയും, ഓ എന്ത് വിശേഷം, കൊറോണയൊക്കെ അല്ലേ എന്ന് പറയും. ഈ കൊറോണയുടെ വീര്യം കൂടിക്കൂടി ഇപ്പോൾ കൊറോണയ്ക്കൊരു ആറ്റിറ്റ്യൂഡ് വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ കുറയണ നിങ്ങൾക്കുള്ളൊരു ആറ്റിറ്റ്യൂഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൊറോണയുടെ ഈ 3G 4G 5G നെറ്റ്വർക്ക് മാറിയതുപോലെ തന്നെ കൊറോണയും ഇപ്പോൾ പുതിയ വേർഷൻസ് ഒക്കെ വരാൻ തുടങ്ങി. അതായത് ആൽഫ, ബീറ്റ, ഗാമ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഡെൽറ്റ വരെ ആയി നിൽക്കുക. അപ്പോൾ പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് രമേശൻ, അവന് ഇതിലൊന്നും വലിയ കാര്യമില്ല. അവൻ ഇപ്പോഴും ഫസ്റ്റ് കൊറോണ തുടങ്ങിയപ്പോൾ വാങ്ങിയൊരു മാസ്ക് ഇപ്പോഴും വള്ളി പൊട്ടിയിട്ടും കെട്ടിക്കൊണ്ട് നടക്കുക. അപ്പോൾ ഇവന് ഈ ട്രിപ്പിൾ ലോക്ക്ഡൗൺ വന്നപ്പോഴും ഇവന് വലിയ കാര്യമൊന്നുമില്ല, ഇവൻ ഈ ബൈക്കിൽ ട്രിപ്പിളും വെച്ച് ഇങ്ങനെ പോകും. അപ്പോൾ ഈയിടെ അവനെ പിന്നെയും പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ചപ്പം പോലീസുകാരൻ ചോദിച്ചു, എങ്ങോട്ട് വന്നു? അപ്പോൾ അവൻ പറഞ്ഞു, സാർ ഞാൻ ബാങ്കിലോട്ടോ, പാസ്ബുക്ക് കാണിക്ക്. അപ്പോൾ പറഞ്ഞു, പാസ്ബുക്ക് സാർ, പാസ്ബുക്ക് കളഞ്ഞു പോയി സാർ, അത് പുതിയൊരു എണ്ണം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു, ഓ അങ്ങനെയാണോ, എന്നാൽ നീ പൊക്കോ, പക്ഷെ അതിന് മുമ്പ് ഈ കേരളത്തിലെ ഞായറാഴ്ചകളിൽ ബാങ്ക് തുറക്കില്ല എന്നുള്ളത് നീ ഒരു 50 പ്രാവശ്യം എനിക്ക് എഴുതി തന്നിട്ട് പൊക്കോന്ന്. ഇങ്ങനെ ഒരു ശ്രദ്ധയില്ലാത്തവനാണ്. ഇവൻ്റെ പപ്പായും ഇതേപോലെയായിരുന്നു, ഒരു ശ്രദ്ധയില്ല. അപ്പോൾ ഇവനാണെങ്കിൽ ഈ പപ്പയ്ക്ക് ശ്രദ്ധയില്ലാത്തതുകൊണ്ട് നമ്മളെ പാരൻസ് മീറ്റിംഗ് നടക്കുന്നൊരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ പാരൻസ് മീറ്റിംഗ് നടക്കുക. അപ്പോൾ ഇവൻ്റെ പപ്പ പാരൻസ് മീറ്റിങ്ങിന് വന്നു. ഈ സാധാരണ ഈ പാരൻസ് മീറ്റിങ്ങിൽ ഈ പാരൻസിനെ ഒരു സൈഡിലിരുത്തും, കുട്ടികളെ വേറൊരു സൈഡിലിരുത്തും, ടീച്ചർമാർ കുറ്റം പറയും. അപ്പോൾ ഈ പാരൻസ് ഈ കുറ്റം പറയുന്ന സമയത്ത് അങ്ങോട്ട് നോക്കിയിട്ട് ഈ പിള്ളേരെ കണ്ണുരുട്ടി കാണിക്കും, നിന്നെക്കുറിച്ചാണ് പറയുന്നതെന്നുള്ള. അപ്പോൾ ഈ പാരൻസ് ഇങ്ങനെ, ടീച്ചർ ഇങ്ങനെ പറയുക, ഈ പിള്ളേർക്കൊക്കെ ബുദ്ധിയുണ്ട് പക്ഷെ ശ്രദ്ധയില്ല എന്നൊക്കെ. അപ്പോൾ ഈ ഇവൻ്റെ പപ്പ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഇവനെ നോക്കുക.
അപ്പോൾ ഇവൻ അവിടെ കാണാനില്ല. അപ്പം ഇവൻ പപ്പ ചാടിയെന്ന് വെച്ച് പറഞ്ഞു, അതെ ടീച്ചറേ, എൻ്റെ മോൻ ഇന്ന് ക്ലാസ്സിൽ വന്നിട്ടില്ല, അതുപോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ, അവൻ ക്ലാസ് കട്ട് ചെയ്ത് എവിടെയാണ് പോയിരിക്കുന്നു, നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടില്ല ഞങ്ങൾ ഇങ്ങോട്ട് അയക്കുന്നേ. അപ്പോൾ ടീച്ചർ ചോദിച്ചു, നിങ്ങളെ മോൻ്റെ പേരെന്താ? രമേശൻ. രമേശനൊക്കെ 10 വീലല്ലേ, ഇത് 8 വീയുടെ പാരൻസ് മീറ്റിങ്ങാണ്, താൻ ഈ 8 വീല് ശ്രദ്ധയില്ലാതെ വന്നിരിക്കുവാണോ? ഇങ്ങനെ ശ്രദ്ധയില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ ഞാനും അവനും കൂടെ ഒരുമിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങളൊരു ചായയൊക്കെ കടിച്ച്, അവൻ ചായ കുടിക്കില്ല, അവൻ ഹോളിക്സ് മാത്രമേ കുടിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നു. അപ്പോൾ ടയർ പഞ്ചറായിപ്പോയി വണ്ടിയുടെ. അപ്പോൾ അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ടയർ മാറ്റുക. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ വലിയ ആളായി പോയല്ലോ, ടയറൊക്കെ മാറ്റാറായോ, നീ ഇത് എവിടെ നിന്ന് പഠിച്ചു? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പപ്പ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അതൊക്കെ ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ഫ്രണ്ടിലെ ടയർ പഞ്ചറായ നീ ബാക്കിലെ ടയർ എന്തിനാ നീ മാറ്റുന്നത്? ഓക്കെ, താങ്ക് യു അൻസിൽ. പ്രതിഭ. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു ഗാനമേള കഥയാണ്. തമിഴ് പാട്ട് പാടി ഒരുപാട് പ്രശസ്തനായൊരു ഗായകനാണ്. നമുക്ക് തൽക്കാലം അദ്ദേഹത്തിനെ സേലം മുത്തു എന്ന് വിളിക്കാം. ഇപ്പോൾ ഈ മുത്തുവണ്ണൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ് പാട്ട് പാടി 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 മൊത്തം തമിഴന്മാരുടെ സെറ്റപ്പാണ്. ഏഴൈ തോഴൻ എന്നൊക്കെ പറയുക, എന്ത് വിഷയം ഉണ്ടെങ്കിലും പുള്ളി കയറി ഇടപെടും. അപ്പോൾ അങ്ങനെ പത്തനംതിട്ട മേഖല പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ടൗണിൽ നിന്ന് കുറച്ച് കാട്ടിലേക്ക് കയറിയിട്ടാണ് അപ്പോൾ സൗണ്ട് സിസ്റ്റമൊക്കെ കെട്ടിവെച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് നേരം ചെന്നപ്പോഴത്തേക്കും ഒരു മരത്തിൻ്റെ കൊമ്പ് ഇങ്ങനെ ചാഞ്ഞിക്കുണ്ട്. അപ്പോൾ ഈ സൗണ്ട് സിസ്റ്റം അതിന് ചെന്ന് മുട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ അവിടുന്ന് കമ്മിറ്റിക്കാർ വെളിയും തുടങ്ങി, നേരത്തെ ചെന്നില്ലെങ്കിൽ വിഷയവും. അപ്പോൾ മുത്തണ്ണൻ ചാടൻ ഇങ്ങോട്ട് വരുന്നു, ഒരു കുഴപ്പമില്ല ഞാൻ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പുള്ളി അതിലൊക്കെ തിരഞ്ഞ് ഏതോ ഒരു വീട്ടിൽ പോയി വെട്ടുകത്തി മേടിച്ചുകൊണ്ടെന്ന് മരം ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുക. തൊട്ടപ്പുറത്ത് കലങ്കം വരുന്നൊരു 3 പേര് ജവാൻ മേടിച്ച് അടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഓരോന്ന് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ടക്ക് 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 എന്നുള്ള ഒച്ച കേട്ടത്. ഇവരൊന്ന് നോക്കുമ്പോൾ ഇവർ വല്ല കള്ളത്തടി വെട്ടുകാരായിരിക്കും എന്ന് വെച്ചിട്ട് പുള്ളി അവരവിടെ ഓടി വന്നിട്ട് ഇവിടെ വിഷയമായി. വിഷയം കഴിയുമ്പോൾ ബാക്കിയുള്ള ഗായകരൊക്കെ മൈക്ക് സ്റ്റാൻഡും സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി. അപ്പോൾ ഇവിടെ ചില്ലറക്കാരല്ല എന്ന് മനസ്സിലായി, അവന്മാർ ഓടിപ്പോയി. മുത്തോടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അവന്മാർ അടിച്ചതിൻ്റെ ബാക്കി സാധനം അവിടെ വെച്ചേക്കുക. എല്ലാവരും കൂടി അതൊക്കെ വട്ടിട്ട് അടിച്ച് നേരെ പ്രോഗ്രാം സ്ഥലത്ത് ചെന്ന് ചെന്നപ്പോഴാണ് ഇവരറിഞ്ഞ് ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടകളായിരുന്നു ഇവർ. അവരെയാണ് പേടിപ്പിച്ച് ഓടിച്ചു വിട്ടേക്കുന്നത്. ഇന്ന് വിഷയമാവും മിക്കവാറും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രോഗ്രാം തുടങ്ങി. ഇപ്പോൾ മുത്തോണ്ട ഏറ്റവും മെയിൻ ഐറ്റം ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് ചാടി ഇറങ്ങി പാടി കസർത്ത് കാണിക്കലാണ്. തൽക്കാലം പുള്ളി അതവിടെ മാറ്റി വെച്ചു. കാരണം പുള്ളി കണ്ടു 3 പേര് അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്, പുള്ളിനെ വാച്ച് ചെയ്തിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇത് ആരെങ്കിലും ഒന്ന് തുടക്കം ഇട്ടിട്ട് വേണം ഇടി ഉണ്ടാക്കാൻ. ഈ ഒരു സെറ്റപ്പിൽ പുള്ളി ആകെ പേടിച്ച് വേർത്ത് നിന്ന് പാടി ഒരാൾ അവിടെ നിന്ന് എണീറ്റിഞ്ഞ് വരിക. സ്റ്റേജിലേക്ക് കയറി പുള്ളി ഇങ്ങനെ വിറച്ചേക്കുക. ഒരു കുറിപ്പ് കൈ കൊടുത്തു. അപ്പോൾ സാധാരണ പാട്ട് പാടുമ്പോൾ ഈ പാട്ട് ആവശ്യപ്പെട്ട് കൊടുക്കൂല. ആ പുള്ളി ആ പാട്ട് അവിടെ ചേർത്ത് നേരെ ബാക്കോട്ട് പോയി അടുത്ത ആൾ കയറി പാടി. ബാക്കിൽ പോയി ആ കുറിപ്പ് പുള്ളി തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ, പൊന്നു ചേട്ടാ, ഇന്ന് 1-ാം തീയതി ആയിട്ട് ഞങ്ങൾ 1500 രൂപ പുറത്ത് മേടിച്ച ഫുള്ളാണ് ആ ജവാൻ്റെ. അത് നിങ്ങൾ എടുത്തേണ്ടെങ്കിൽ ഓരോ പെക്കെങ്കിലും ഞങ്ങൾക്ക് തന്നോട്ടോ. ഓക്കെ, അപ്പോൾ പ്രതിഭയുടെ ടൈംസ് അപ്പ്. താങ്ക് യു. മൂവിങ് ഓൺ. അൻസിൽ, ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ എപ്പോഴും കാണും. എൻ്റെ മുഖത്ത് ടെൻഷൻ തോന്നുന്നുണ്ടല്ലേ? അത് എനിക്ക് ടെൻഷൻ കാരണമേ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് ഞാനൊരു തോൽവിയാണോ, ഒരു വലിയ പരാജയമാണെന്നൊക്കെ എനിക്ക് തോന്നും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ആരും എന്നോട് മിണ്ടാറുമില്ല, കൂട്ടുകൂടാറൊന്നുമില്ല. എന്നെ ആർക്കും വിലയില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു കറുത്ത പൂച്ചയുണ്ട്, അതിന് പോലും എന്നെ വിലയില്ല. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ പൂച്ച അവിടെ ഇങ്ങനെ നിൽക്കും, നീ വേണമെങ്കിൽ ആദ്യം നടന്നു പൊക്കോ, എന്നിട്ട് ഞാൻ പിന്നെ പോവാന്നുള്ളൊരു മട്ടിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് ഇനിയിപ്പോൾ നീ എൻ്റെ തലയിൽ എന്തെങ്കിലും കൊണ്ട് വെക്കണ്ടല്ലോ എന്നുള്ളൊരു സാധനം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വാട്സാപ്പൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ശ്മശാനം പോലെ കിടക്കും. ആരും മെസ്സേജ് അയക്കത്തില്ല, എനിക്കാരും മെസ്സേജ് അയക്കാനും. എൻ്റെ ലൈഫ് എന്നൊക്കെ പറഞ്ഞ ഒരു വൈഫൈ പോലെയാണെന്നൊക്കെ എനിക്ക് തോന്നുന്നു, ഓപ്പൺ വൈഫൈ. ഈ ആൾക്കാർ ആരൊക്കെയോ വന്ന് കണക്റ്റ് ആവുന്നുണ്ട്, അവരെൻ്റെ നിന്ന് ഡാറ്റ എടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് അവരെവിടെയോ പോകുന്നുണ്ട്, ഞാനിതൊന്നും അറിയുന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഞാനിതെന്തൊരു തോൽവിയാണെന്നൊക്കെ. ഞാൻ എവിടെ ചെന്നാലും ഇരട്ടത്താപ്പാണ്. ഇപ്പം ഞാൻ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാൻ വിചാരിക്കും ഒന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞിരിക്കാൻ ബൊമ്മ പറയും, എന്താ എൻ്റെ നാക്കിറങ്ങിപ്പോയാ, നീ എത്ര മിണ്ടാത്ത? ഞാനിനി എന്തെങ്കിലും പറഞ്ഞു പോയാലോ പറയും, ഓ അവൻ്റെ നാക്കിൻ്റെ നീളം കണ്ടില്ലേ. ഞാനിതൊക്കെ കാരണം കോളേജിൽ പോയപ്പം അവനെച്ച് ഞാൻ പെണ്ണുങ്ങളെടുത്തൊന്നും മിണ്ടില്ല. അപ്പോൾ ഈ പെണ്ണുങ്ങൾ പറയുക, ഓ അവനെന്തൊരു ജാടയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ മിണ്ടാന്ന് പറഞ്ഞ് മിണ്ടി തുടങ്ങി പറയും, അവനെന്തൊരു കോഴിയാണ്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് തമാശയൊക്കെ പറയാമെന്ന് പറഞ്ഞാണ് വന്നത്. അപ്പം ഞാൻ തമാശ പറഞ്ഞ് തുടങ്ങിയപ്പോഴേക്കും ആൾക്കാരൊക്കെ പറയും എന്തൊരു ചളിയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ലൈഫിൽ രക്ഷപ്പെടണം, എന്തെങ്കിലും സീരിയസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സീരിയസ് ആയിട്ട് ചെയ്യണത് മൊത്തം കോമഡിയാകുക ചേട്ടാ.
അപ്പോൾ ഈ ടെൻഷൻ കാരണം ടെൻഷൻ മാറ്റാൻ വേണ്ടി ഞാൻ ഡയാനേച്ചിയെ ചോദിച്ചു. അപ്പോൾ ഡയാനേച്ചി പറഞ്ഞു ഞാൻ ടെൻഷൻ മാറ്റാൻ ക്യാൻഡി ക്രാഷ് കളിക്കും. അങ്ങനെ ഞാൻ ക്യാൻഡി ക്രാഷ് കളിച്ച് തുടങ്ങി. ക്യാൻഡി ക്രാഷ് കളിച്ച് തുടങ്ങി ഇപ്പോൾ 12ാമത്തെ ലെവൽ എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു ടെൻഷൻ. അപ്പോൾ ഈ ടെൻഷൻ മാറാൻ മെഡിക്കൽ കോളേജിലൊരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. ടെൻഷൻ മാറാൻ അവിടെ ചെന്നപ്പോൾ പുള്ളി പെൻഷനായിപ്പോയി. അപ്പം ഈ ടെൻഷൻ കാരണം മറവി വരുവേ. ഈ മറവി മാറാൻ വേണ്ടി ഒരു ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു. അത് ഞാൻ എന്നും കഴിക്കാൻ മറന്നു പോകാൻ. ഗുളി കഴിക്കാനുള്ള മറവിയൊന്നും എനിക്കില്ല കേട്ടോ മീനച്ചായ. അത്രയ്ക്ക് മറവി. ഇപ്പം എന്താ പറഞ്ഞത്? അങ്ങനെ മറവിയൊന്നും ഇല്ല എനിക്ക്. അപ്പം ഇതാ ഇങ്ങനെ എനിക്ക് ഇതും ടെൻഷനാണ്. ഇതിപ്പം ബെല്ലിങ്ങനെ അടിക്കും എന്നുള്ളൊരു ടെൻഷൻ. ഓക്കെ, അങ്ങനെ രണ്ടുപേരുടെയും പെർഫോമൻസ് കഴിഞ്ഞിരുന്നു. വളരെ നന്നായിരുന്നു. കൂടുതൽ ഫീഡ്ബാക്സ് നമുക്ക് ലഭിക്കുന്നറിയാം. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. ഇതൊരു എന്താ പറയുക, നമ്മുടെ നാട്ടിലധികം കാണാത്ത ഒരു തരം ആർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ ഒരു ഫോം കണ്ടുപിടിക്കുന്നതിലും ഇതിലെ കണ്ടൻറ്റ് കണ്ടുപിടിക്കുന്നതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരുപാട് ചെയ്യേണ്ടി വരും. ഇതിനകത്ത് മറ്റ് ടൂൾസ് ഒന്നുമില്ല, വേറെ കോസ്റ്റ്യൂംസ് ആയാലും മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ സ്വയം ആ ഐഡിയ പറയുന്നതാണ്. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കണക്ട് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു രസമുണ്ടാവണം. അൻസൽ ചെയ്തതിൽ പ്രത്യേകിച്ച് അത് ചെയ്ത് കണ്ടു. ഒരു ഐഡിയയിൽ ഒരു തീമിൽ നിന്ന് അടുത്തേക്ക് കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ സ്വാഭാവികത, അതുപോലെ തന്നെ വളരെ റെയറായിട്ടുള്ള യുണീക്കായിട്ടുള്ള സന്ദർഭങ്ങൾ കണ്ടെത്താനുള്ള കഴിവ്, ഇതെല്ലാം ഇത് കാണാൻ സാധിച്ചു. വെരി ഗുഡ്, വെൽ ഡൺ. താങ്ക് യു സർ. സൂപ്പർ, താങ്ക് യു സർ. എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നുന്നത് നിങ്ങൾ നല്ല ആസ്വദിച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അടുപ്പമുള്ള ആളുകളുടെയൊക്കെ കഥകൾ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളിത് പറഞ്ഞത്. എനിക്ക് ശരിക്കും കേട്ടപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. മറ്റേ ആ ടെൻഷൻ തുടക്കം മുതൽ അവസാനം വരെ പിടിച്ചതും ഭയങ്കര രസമായിരുന്നു. ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും പ്രകടനം കണ്ടിട്ട് പ്രദീപിൻ്റെ പ്രകടനം പ്രത്യേകിച്ച് പ്രദീപ് എടുത്തതിനകത്തൊരു വലിയ റിസ്ക് ഉണ്ട് പ്രദീപ്. കാരണം പ്രദീപിൻ്റെ 2 കഥകൾക്കും ക്ലൈമാക്സേ ഉള്ളൂ. അത്ര വഴികളിൽ തമാശയില്ലായിരുന്നു. ഇങ്ങനത്തെ തമാശ എടുക്കുമ്പം ക്ലൈമാക്സ് പാളിയാൽ നമുക്ക് പിടിക്കാനൊരു സ്ഥലം ഇല്ലാണ്ടായിപ്പോൾ. സക്സസ് ആയിരുന്നു ഇന്ന് ചെയ്ത 2ഉം, അത് ഉറപ്പായിട്ട് നല്ലതാണ്. അൻസിൽ വഴി നിറച്ചാ പോയേക്കുന്നത്. ക്ലൈമാക്സും അങ്ങനെ ഒരു ക്ലൈമാക്സിൽ കൊണ്ട് മുട്ടിക്കണ്ട. ഇത് ഒരു പേസ് ആയിട്ട് ഒരേ രീതിയിൽ ഒരേ വഴി പിടിച്ചാൽ പോയേക്കുന്നത്. അൻസിൽ വർത്തമാനത്തിനിടയിൽ എനിക്ക് ആരുമില്ല, ഒന്നുമില്ല, പെൺകുട്ടികൾ എന്നോട് മിണ്ടുന്നില്ല, ടോവിനോ ചായ എന്ന് പറഞ്ഞു. അത് മാത്രം, ആ സങ്കടം മാത്രമാണ് ടോവിനോയോട് പറഞ്ഞത്. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പെൺപിള്ളേർ എന്നോടും സംസാരിക്കുന്നില്ല. ടോവിനോ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് അംബാനി ഈ മാസത്തെ ലോൺ മുടങ്ങി എന്ന് പറയുന്നതിന് തുല്യമാണ്. 4-4.5 കോടി ആളുകളുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഒന്ന് നോക്കണം, അവിടെ ഒന്ന് ചെന്ന് നോക്കണം. വെറുതെ ഒരു ഫോട്ടോ ഇട്ടാൽ അതിന്റെ താഴെ ഉണ്ടല്ലോ, നമുക്കൊക്കെ പൊങ്കാല എന്ന് പറഞ്ഞ ചീത്തവിളിയാണ്. ഇത് പൊങ്കാലയ്ക്ക് വന്നതുപോലെ പെൺകുട്ടികളുടെ കമന്റാണ്. കലം നിരത്തി വെച്ചേക്കുന്ന പോലെ കമന്റ് വരുന്ന ഒരാളാണ് ഈ സങ്കടം പറയുന്നത്. ഏതായാലും ഗംഭീരം വരുന്ന 2 പേരുടെ പ്രകടനം ഓണം പ്രമാണിച്ച് വേണമെങ്കിലൊന്ന് തുലാസിൽ നോക്കിയൊക്കെ ഒരാൾ കൂടുതൽ ഒരാൾ കുറവെന്നൊക്കെ പറയാമായിരുന്നെങ്കിലും ഓണമാണ്. ഇവിടെ അങ്ങനത്തെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ നിങ്ങൾ സമ്മാനം ഷെയർ ചെയ്യുന്നു. ശ്യാം സാർ എന്ത് തോന്നുന്നു? എന്തായാലും ഈ ഒരു വളരെ ആഘോഷവേളയിൽ കേരളം മുഴുവൻ സന്തോഷിക്കുന്ന ഈ ഒരു സമയത്ത് ഇതുപോലുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഷോയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വലിയ വലിയ സന്തോഷം. അത് പ്രത്യേകിച്ച് ഇന്ന് വളരെ കൗതുകകരമായിട്ടുള്ള 2 കഥകൾ പറഞ്ഞിട്ടുള്ള നമ്മൾ 2 കലാകാരന്മാർ ഇവിടെയുണ്ട്. അവർക്ക് ഈ ഒരു സമ്മാനം നൽകാൻ സാധിച്ചതിലും സന്തോഷം. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ആളുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എൻ്റെ ടൈറ്റിൽ മ്യൂസിക് ചെയ്തത് ആരാണ് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അത് ചലച്ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിക്കുന്ന അരുൺ രാജ് എന്ന പ്രിയ സുഹൃത്താണ്. അയാളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സ്വാഗതം അരുൺ രാജ്. ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ രമേശ് ചേട്ടൻ്റെ ഇങ്ങനെയുള്ള മ്യൂസിക് എന്നെ മാക്സിമം എന്നെ തന്നെ വിളിക്കാറുണ്ട്. അതിന് വലിയൊരു സന്തോഷം. ഇന്ന് അരുണിനെ വിളിക്കാൻ കാരണം നമ്മുടെ എപ്പിസോഡുകളിൽ കേശവമാമൻ പാടി സൂപ്പർ ഹിറ്റായ വൈറലായ ക്രൂരൻ കാക്കമ്മയുടെ ഒരു റീമിക്സ് വെർഷൻ അരുൺ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇനി ആ ഗാനം കേട്ട് നമുക്ക് ആടിക്ക് പൊളിക്കാം. മാനത്ത് പറക്കണ കാക്കനെ പിടിച്ചിട്ട് കുടിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കയെ ക്രൂരൻ കാക്കയെ കൂടവിടെ. മാനത്ത് പറക്കണ കാക്കനെ പിടിച്ചിട്ട് ധരിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കയെ ക്രൂരൻ കാക്കയെ കൂടവിടെ.
ക്രൂരൻ കാക്കേ കൂടവിടെ മാനത്ത് പറക്കണ കാക്കനെ പിടിച്ചിട്ട് ധരിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കേ ക്രൂരൻ കാക്കേ കൂടവിടെ. കാക്കമ്മ മരക്കൊമ്പത്തിരുന്ന് ഒരു ക്രൂരൻ കാക്കയെ കുറിച്ച് പാടുന്ന പാട്ടാണ്. മാനത്ത് പറക്കണ കാക്കനെ പിടിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കേ ക്രൂരൻ കാക്കേ കൂടവിടെ മാനത്ത് പറക്കണ കാക്കനെ പിടിച്ചിട്ട് ധരിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കേ ക്രൂരൻ കാക്കേ കൂടവിടെ ക്രൂരൻ കാക്കേ കൂടവിടെ ക്രൂരൻ കാക്കേ കൂടവിടെ മാനത്ത് പറക്കണ കാക്കനെ പിടിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കേ ക്രൂരൻ കാക്കേ കൂടവിടെ ക്രൂരൻ കാക്കേ കൂടവിടെ മാനത്ത് പറക്കണ കാക്കനെ പിടിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കേ ക്രൂരൻ കാക്കേ കൂടവിടെ ക്രൂരൻ കാക്കേ കൂടവിടെ. നിങ്ങളല്ലേ ആൾക്കാരെ തീരുമാനിച്ചോ?